കേരളത്തിലെ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. പല PFIക്കും ഫണ്ട് കൊടുത്തവർ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും അവർക്ക് നാട്ടിൽ വരാൻ പറ്റുന്നില്ല. അവർക്ക് ഭയം, അവർ വന്നാൽ പിടിക്കപ്പെടുമോ. അതുകൊണ്ട് വർഷങ്ങളായിട്ട് അവരവിടെ നിൽക്കുകയാണ്. കേരളത്തിലുള്ള അവരുടെ ബന്ധുക്കളും ഭാര്യമാരും മക്കളും ഒക്കെ അവിടെ വരുത്തി കാണിക്കുകയാണ്. പുതിയ റിപ്പോർട്ട് കിട്ടി, പുതിയ സോളിഡായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി. കാരണം ഈ ഫൈസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചോദിക്കാൻ പല ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞപ്പോഴും ഒരു സംഭവം പിടികിട്ടി. കഴിഞ്ഞ 3 മാസം കൊണ്ട് 127 മലയാളികളെയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഡൽഹിയിലോട്ട് കടത്തിവിട്ടേക്കുന്നത്. അതായത് ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ട ശേഷം ഇവരെല്ലാം നിരോധിച്ച ശേഷം PFIയെ സാമ്പത്തികമായിട്ട് അവരെ ജയിലിൽ നടക്കാനും ലീഗൽ കാര്യങ്ങൾക്ക് നിരോധിച്ച സംഘടനയ്ക്ക് പണം കൊടുക്കാൻ ശ്രമിച്ചവരാണ്. ആദ്യം ഗവൺമെൻറ് ഇതൊക്കെ വാച്ച് ചെയ്ത് കീനായിട്ടങ്ങിരുന്നു. ഇവർ പണം ട്രാൻസ്ഫർ ചെയ്ത ശേഷം ഇവരുടെ പുറകെ കൂടി ഈ പറയുന്ന UAE ഗവൺമെൻറ് ഇന്ത്യയായിട്ടും സൗദിയും ഇന്ത്യയായിട്ടും ഖത്തറും ഇന്ത്യയുമായിട്ടും ഈ രാജ്യങ്ങളുമായിട്ടും കുറ്റവാളികളെ കൈമാറുന്ന ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധവുമാണ്. അതിലേറ്റവും കൂടുതൽ പേര് സൗദിയിൽ നിന്നും UAE നിന്നാണ്. അതായത് നിരോധിച്ച സംഘടനയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ ശ്രമിച്ചു. അപ്പം ഇത് അവിടുത്തെയുള്ള ഇൻറ്റേർണൽ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ എടുത്തു. ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇവരെ നേരെ ഡൽഹിയിലോട്ട് വിട്ടു. ആദ്യത്തെ ലോട്ടിപ്പം കഴിഞ്ഞ ഒരു 4-5 ദിവസം വരെ ഏകദേശം 127 പേരെയാണ് പിടിച്ചിരിക്കുന്നത്. വരാൻ പോകുന്ന ലോട്ട് 150 പേരാണ്. ഇപ്പം എന്താ മനസ്സിലാക്കേണ്ട സംഭവം? അതായത് ഇവിടെയുള്ള പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് അങ്ങ് പെട്ടെന്ന് കയറി ഒരു ഊഹാപോഹത്തിൻ്റെ പേരിൽ ഒരു കേസും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഗവൺമെൻറ് റെസ്പോൺസിബിൾ അക്കൗണ്ടബിലിറ്റി ഉള്ളവരാണ്. എന്തിനാണ് ഇവർ PFIക്ക് പണം കൊടുത്ത്? നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഫൈസിയുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയാണ് ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത്. ഇവരെ കെടുത്ത ശേഷമാണ് പുള്ളിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. വളരെ വളരെ സ്ട്രാറ്റജിക്കൽ മൂവാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇയാളെ കൂടെ പിടിച്ചകത്തോട്ടം കിട്ടും. അതായത് ഇസ്ലാമിക രാജ്യം കാലിഫേറ്റ് വരാൻ വേണ്ടി MK ഫൈസി എന്ന് പറഞ്ഞയാൾ പണം പിരിച്ചതാണ്. ഇവരെ ആൾക്കാരെ ജയിലിൽ നിന്ന് പുറത്ത് ചാടിക്കാനും ജയിലിൽ നിന്ന്, കാരണം ഇവരുടെ ഇപ്പം ഈ പറയുന്ന പോലെ പഴയ പോലെ പണമൊന്നുമില്ല. കാരണം നിരോധിത സംഘടനയാണ്. ഇതിൻ്റെ നേതാക്കൾ ഇപ്പോൾ പലരും അകത്ത് കിടക്കുകയാണ്. പല ആൾക്കാരും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ഇവർക്ക് ഇത്ര 5.5 കോടി എങ്ങാണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പണം കെട്ടിവെച്ചാലേ ഇറങ്ങാൻ പറ്റൂ. കാരണം ഇവിടെ അതിന് പേരിൽ ഇവരുടെ ലാൻഡ് മുഴുവനും ഗവൺമെൻറ് റിക്കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇവർ കംപ്ലീറ്റ് ട്രാപ്പ്. ഇവരെ സഹായിക്കാൻ വേണ്ടി ഇതാണ് ഈ പറയുന്ന പല ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളായ പല ബിസിനസ്സുകാരും പൊട്ടന്മാരാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രാജ്യമല്ല ഇത്. ഇതിനെല്ലാ സെഗ്മെൻറ്റിലും നല്ല മാൻ പവറും നല്ല ഇൻ്റലിജൻസിയും ഒക്കെ ഉള്ളവരാണ്. നിങ്ങളെ ശരിക്കൊക്കെ മോണിറ്റർ ചെയ്യുവാണ്, നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റിയും. നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞു, അണ്ടർവെയർ വരെ സ്കാൻ ചെയ്യുന്നുണ്ട്. അതൊരു സീനിയർ ഓഫീസർ പറഞ്ഞാണ്. മുഴുവനും ഇവരെ സ്കാൻ ചെയ്യുകയാണ്. ഇവരെന്തൊക്കെ ഇവരുടെ ചലനം മുഴുവനും. കാരണം ഈ സംഘടനയും ഇതുമായിട്ട് ബന്ധപ്പെടുന്നവരെ നശിപ്പിച്ചേ മതിയാവൂ. അതിന് ആരൊക്കെയാണ് ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത്? അപ്പം അതും മോണിറ്റർ ചെയ്ത് ഇപ്പോൾ ഗൾഫിൽ നിന്നാണ് ഇവർ ഏറ്റവും കൂടുതൽ ഫണ്ട് പിരിക്കുന്നത് നിരോധിച്ച സംഘടനയ്ക്ക് വേണ്ടി. ഇപ്പോൾ SDP നിരോധിച്ച സംഘടനയല്ല. പക്ഷേ മേക്ക് ഇറ്റ് ക്ലിയർ, വെരി സൂൺ SDP നിരോധിക്കും. കാരണം നിരോധിച്ച സംഘടനയ്ക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്ന നേതാക്കൾ നോർമലായിട്ട് അതിനെ നിരോധിക്കും. അത് ഇന്ത്യൻ ലോയിൽ പറയുന്നുണ്ട്. ഇപ്പം മനസ്സിലാക്കുക, SDP നേതാക്കളെ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് നിങ്ങളെ നിരോധിച്ചപ്പോൾ ഒരാൾ മാത്രമേ കേരളത്തിൽ നിന്ന് ആലപ്പുഴ മറ്റേ കനൽ അയാൾ മാത്രമാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മിണ്ടാതിരുന്നത്? പേടിച്ചു പോയി. ഇതാണ് റിയാലിറ്റി. അതായത് മനസ്സിലാക്കുക, ഇന്ത്യ കാലിഫേറ്റ് ഭരണം എന്നും പറഞ്ഞ് 2047 പറഞ്ഞില്ലയോ?
അപ്പം ഞാനിത് അത് പ്രസംഗമൊക്കെ ഞാൻ കേട്ടു. അതേപോലെ MK ഫൈസി വേറെ സംഭവം പറയുന്നുണ്ട്. അമിത്ഷാ പറഞ്ഞത് ഒരു ഇന്ത്യൻ പാർലമെൻറ്റിൽ മുസ്ലിങ്ങൾക്ക് ഭയക്കേണ്ട ആവശ്യമില്ലെന്ന്. അപ്പം അദ്ദേഹം ഫൈസി സാറ് തിരിച്ചു പറയുകയാണ്, മുസ്ലിങ്ങൾക്ക് നിങ്ങളെ ഭയമൊന്നുമില്ല, പക്ഷെ ഇന്ത്യക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ ഔദാര്യം വേണം. വാ, ഇയാളല്ലേ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുഴുവനും കാണുന്ന ഒരു പുള്ളിയാണ്. അത് കേരളത്തിലെ മുസ്ലിങ്ങൾ ആ പ്രസംഗം കേൾക്കണം. ഞാനത് കേട്ടത്, അത് കേൾക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ എല്ലാം ഗോഡ് ഫാദറാണ് ഈ പുള്ളി, ഈ പറയുന്ന SDPI. അങ്ങനെ പുള്ളി പറയുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങൾ, ഇന്ത്യനൈസ്ഡ് മുസ്ലിങ്ങളൊന്നും ഈ പറയുന്ന ഭീകര പ്രസ്ഥാനത്തോടും ഹമാസിനോടും ചേർന്ന് നിൽക്കുന്നവരല്ല. പക്ഷെ നിങ്ങൾക്ക് ഭയമാണിത് പറയാൻ. ഈ ഭയമാണ് ഇവർ മുതലാക്കുന്നത്. ഇവരെ എപ്പോഴും RSSനെ പറ്റിയും അവരെ പറ്റിയൊക്കെ പറയുമ്പോൾ സാധാരണ മുസ്ലിങ്ങൾക്ക് പേടിയാകും. നിങ്ങൾ മനസ്സിലാക്കി, ഇവിടെ ഒറ്റ മുസ്ലിംസിനെ തൊടാൻ പോകുന്നില്ല. ഗവൺമെൻറ് അനുവദിക്കില്ല. ഇത് പാകിസ്ഥാനല്ല, ഇത് അഫ്ഗാനിസ്ഥാനല്ല. ഇവിടെ ഓരോ സിറ്റിസൻ്റെയും അവൻ്റെ റൈറ്റും അവൻ്റെ സമ്പത്തും അവൻ്റെ സ്വത്തിനും ഈ ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുന്ന ഗവൺമെൻറ് കടപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ കാരണം. അവിടെ ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടാകും. ഇത്രയും വലിയ രാജ്യമാണ്. പക്ഷെ അതിനെയൊക്കെ ടാക്കിൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ഭരിക്കുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പറയുന്ന PFIയെ ബാൻ ചെയ്തു, ഇനി അടുത്ത SDP ഉണ്ടാകാൻ പോവുകയാണ്. ഒരു ചോദ്യം, ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമായിരുന്നു? ഒരിക്കലും ഉണ്ടാവത്തില്ല. കാരണം കോൺഗ്രസ് പ്രീണിപ്പിച്ച് ഇതിനെ അങ്ങ് വളർത്തിക്കൊടുത്തു. ഈ പറയുന്ന ഭീകര മതപ്രസ്ഥാനങ്ങളെ വളർത്തിയ പ്രശ്നം എന്താ ഇന്ത്യയിലുണ്ടായത്? ഇന്ത്യയിൽ എല്ലായിടത്തും ബോംബ് പൊട്ടാൻ തുടങ്ങി. അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കോൺഗ്രസ് പാർട്ടിക്ക് ഈ പറയുന്ന ഇതേപോലെയുള്ള ഭീകര മതപ്രസ്ഥാനങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇന്ത്യൻ ജനങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്ത് BJPയെ കയറ്റിയത്. അതെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ തലയിലിടുക. ഇന്ത്യക്കാർക്ക് സമാധാനത്തോട് ജീവിക്കാൻ താല്പര്യമുള്ളവരാണ്. ദിവസവും അവരുടെ ലൈഫിൽ ബോംബ് പൊട്ടാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ, എയർപോർട്ടിൽ, എവിടെ സിറ്റി മാർക്കറ്റിൽ. കാരണം എത്രയോ ബോംബ് പൊട്ടിന് സാക്ഷ്യം വഹിച്ചവരാണ് ഞാൻ. കാരണം ഇത് കണ്ടത് കേട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. അപ്പം ആ സാധനം ഇല്ലാതായി. അത് കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. അല്ല, കോൺഗ്രസ് കൊണ്ട് മാക്സിമം ബോംബ് പൊട്ടിച്ച ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അതേപോലെ പേഴ്സണലി പറയാം, ഞാനിതൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരാളാണ് പണ്ട് മുതൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഹോം മിനിസ്റ്റർ ആയിരുന്ന ശിവരാജ് പാട്ടീലിനെ ഈ പറയുന്ന അതിനുശേഷം മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന സുശീൽ കുമാർ ഷിൻഡെ, അയാൾ ഞാൻ 2-3 പ്രാവശ്യം പോയി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അവരതിന് പുല്ല് വിലയാണ് കൽപ്പിച്ച്. ഞാൻ പറഞ്ഞു, ഇത് ഇന്ത്യ മുഴുവനും വ്യാപിക്കുകയാണ്, ഗവൺമെൻറ് ഒരു ആക്ഷൻ എടുക്കണം. അവർ അവസാനം കൈമലർത്തി ഈ സുശീൽ കുമാർ ഷിൻഡെ പറഞ്ഞൊരു കാര്യമാണ്, അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ ബാധിക്കും. ഇന്ത്യക്കാരൻ്റെ രാഷ്ട്രീയത്തെ അല്ല, വോട്ട് ബാങ്കിനെ ബാധിക്കും. ഇതൊക്കെ ഉണ്ടായ സംഭവമാണ്. കാരണം ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് അവരെ കാണാൻ പോയി. എനിക്ക് 10 മിനിറ്റ് സമയമൊക്കെ തന്നു സംസാരിക്കാൻ. മുഴുവനും കേട്ട് അതേപോലെ എടുത്ത് കളഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ സാധനങ്ങൾ അനലൈസ് ചെയ്ത് അവർക്ക് കത്തെഴുതുമ്പോൾ, ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ, അറ്റ്ലീസ്റ്റ് അവർ വിളിച്ചിരുത്തി 2-3 റൗണ്ട് സംസാരിക്കും. കാരണം ഞാൻ കുറച്ച് ഇൻറ്റേർണൽ സെക്യൂരിറ്റി മാറ്റേഴ്സ് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുന്നവരാണ്, എക്സ്റ്റേണലും പഠിക്കും. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പലയിടത്തും ഞാനിതുമായിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ, കാരണം ഞാനൊരു ഇന്ത്യക്കാരൻ, ഇന്ത്യയുടെ സെക്യൂരിറ്റി എൻ്റെ സെക്യൂരിറ്റി. കാരണം അത് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. കാരണം ഒരു സിറ്റിയിലും ബോംബ് പൊട്ടരുത്, ഇവിടെ സുരക്ഷിതത്വം എല്ലാവർക്കും വേണം. ഇതേപോലെയുള്ള ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസിനെ കംപ്ലീറ്റ് ആയിട്ട് ക്രാക്ക് ഡൗൺ ചെയ്യണമെന്നൊക്കെ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെപ്പോലെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തോന്നലൊക്കെ ഞാൻ ഈ സംഭവം അയച്ചു കൊടുക്കും. പക്ഷേ മോദി ഗവൺമെൻറ് വന്ന ശേഷം അതിന് ആക്റ്റീവായിട്ട് പല സീനിയർ ഓഫീഷ്യൽസും അവരുടെ വൈകുന്നേരമൊക്കെ ക്ലബിലൊക്കെ വിളിച്ച കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഇൻ ഡീറ്റെയിൽ ഇങ്ങനെയാണ് പല ഇഷ്യൂസ്. അതിനകത്ത് വളരെ പ്രൊആക്റ്റീവാണ് നാഷണൽ സെക്യൂരിറ്റിയുടെ ആവശ്യം. അതായത് ഇസ്ലാമിക രാജ്യം പോയിട്ട്, അപ്പോൾ ഇപ്പം ഏകദേശം
സീനിയറായിട്ട് പല ആൾക്കാരും തിഹാർ ജയിലിലുണ്ട്. കാരണം അവിടെയാണ് ഇപ്പോൾ ഒരു കാലിഫേറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലും കൂടിയാണ്. അപ്പം എൻ്റെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഇന്ത്യയിൽ ഈ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് തിഹാർ ജയിലിനകത്ത് ഉണ്ടാകുമ്പോൾ എൻ്റെ ഒരു അപേക്ഷയാണ്, അത് നിങ്ങൾ തിരസ്കരിക്കരുത്. ആ UNAയുടെ ജാസ്മിൻ ഷായെ പിടിച്ച് നിങ്ങളുടെ ആരോഗ്യമന്ത്രിയാക്കണം. അയാൾ അതിന് യോഗ്യനാണ്. പിന്നെ മഹാനായ യൂട്യൂബറെ പിടിച്ചിട്ട് വാർത്താ വിതരണം, കാരണം അദ്ദേഹം വളരെ മഹാനാണ്, അത് ആ പോസ്റ്റിങ്ങിൽ 2 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരും സാറ്റിസ്ഫൈഡാണ്. എൻ്റെ ഒരു അപേക്ഷയാണ്, നിങ്ങളത് അംഗീകരിക്കണമെന്നാണ് എനിക്ക് 2047 വരാൻ പോകുന്ന ഖലീഫറ്റിനോട് പറയുവാനുള്ളത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.